മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ഓരോന്നോരോന്നായിട്ട് വ്യക്തമാക്കി മനസ്സിലാക്കി പഠിപ്പിക്കണം. ലെഫ്റ്റ് കീപ്പ് ചെയ്യണം, വേഗത ഉറക്കി. വണ്ടി കയറി വരും, പ്രതീക്ഷ വേണം കേട്ടോ. എന്താണോ തടസ്സമുള്ളത് ആ തടസ്സത്തെ നീ എന്ത് ചെയ്യണം, കവർ ചെയ്തെടുക്കണം. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് നമ്മളെക്കാൾ ധൃതി അവർക്കുള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് വേഗത കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായ? വാഹനങ്ങൾ പെട്ടെന്ന് കയറി വരും ഇടവഴിയിൽ നിന്ന്. അപ്പം നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേഗതയിൽ എന്ത് ചെയ്യാവുള്ളൂ, ഇടവഴിയൊക്കെ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് എഴുതി വെക്കും 30 കിലോമീറ്റർ സ്പീഡ്. മനസ്സിലായി? ആ സ്പീഡിന് എന്ത് ചെയ്യാവുള്ളൂ, പോകാൻ പാടുള്ളൂ. വേഗത കുറയ്ക്കണം. പോട്ടെ, ചെറിയ ലൈറ്റ് സ്പീഡിൽ പോയാൽ മതി. നിനക്ക് കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നേ. അതൊക്കെ എന്ത് ചെയ്യണം, അപ്പം വണ്ടി കയറി വന്നാണ്ട അതേപോലെ വണ്ടി കയറി വരും. ഒതുക്കല്ലേ, ഒതുക്കാൻ സ്പേസ് ഇല്ല. നിനക്ക് ഒതുക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോ കവർ ചെയ്ത് ഫ്രണ്ടിൽ വന്നിട്ട് ഒതുക്കി കൊടുക്കടാ. എവിടെ ആ ഓട്ടോനെ പോവാ? അതിന്റെ ബാക്കിലാണോ നീ വന്നിട്ട് ഒതുക്കിയത്? നീ ഒതുക്കിയത് എവിടെയാന്ന് ഞാൻ ചോദിച്ചത്. ബ്രേക്ക് പതുക്കെ ചോട്ടിക്കോ. അത് ഇച്ചിരി ഫ്രണ്ട് മാറ്റി തരും. ഫ്രണ്ട് മാറ്റുമ്പോൾ നീ അങ്ങോട്ട് മാറ്റണം, നിന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് മാറ്റിക്കോ. തിരിച്ചു പിടിക്കും. ഓട്ടോ കവർ ചെയ്തെടുക്കാൻ വേണ്ടി വെട്ടിച്ച് മാറ്റും. തിരിച്ചു വാ, തിരിച്ച് ലെഫ്റ്റ് വാ. ഇത് നിന്റെ കാൽക്കുലേഷൻ അപ്പട്ടപ്പട്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇച്ചിരി വേഗത കുറച്ചുകൂടെ. കയറി വളയണം. ലെഫ്റ്റ് ഒതുക്കി കൊടു. ക്ലച്ച് മുഴുവൻ ചവിട്ട്. ബ്രേക്കിൽ നിന്ന് വിട്ട് ഹാഫ് ക്ലച്ച് നിർത്തുക. ഹാഫ് ക്ലച്ച് നിർത്തിയാ അതൊക്കെ. നമ്മളൊരു വാഹനം കയറി വന്നാണ്ടല്ലോ, ഫസ്റ്റ് പ്രയോറിറ്റി ആ വാഹനത്തിന് കൊടുക്കണം. നമ്മളെക്കാൾ മുന്നേ ഒരു വാഹനം കയറി വന്നാൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രയോറിറ്റി ആ വാഹനത്തിന് കൊടുക്കണം. നമ്മളാണ് കയറി വരുന്നതെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ നമുക്ക് തരുകയും വേണം. ഇതാണ് കറക്റ്റ് റൂള്. മനസ്സിലായ? ഇതിപ്പോൾ ആരും നോക്കാറില്ല സത്യം പറഞ്ഞാൽ. മനസ്സിലായ? ആരും നോക്കാറില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് സമയം എടുത്തൊന്ന് ഇച്ചിരി വെയിറ്റ് കൊടുത്താൽ അവൻ വരുന്ന വാക്കിന് അങ്ങ് എന്ത് ചെയ്യും, കയറിപ്പോക്കോളും. പിന്നീട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. അവൻ്റെ കാൽക്കുലേഷനും കൂടെ കിട്ടാതെ നമ്മൾ കയറ്റി വെക്കുമ്പോൾ അവൻ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനെ പെട്ടെന്ന് കിട്ടുമോ? ഇല്ല. അങ്ങനെ ആക്സിഡൻറ്റ് കൂടുതലും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? കയറി വരുന്ന വാഹനത്തിന് നമ്മൾ കൊടുക്കണം. അപ്പം ബ്രേക്ക് ചവിട്ടി പതുക്കെ വളച്ചാൽ ബ്രേക്ക് മാത്രം പോട്ടെ. ഏത് ഗിയറിലാണ്? സെക്കൻഡ് ഗിയറിൽ. തിരിച്ചറിയും. പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. വേഗത കുറയ്ക്കും. ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ ചവിട്ടിയാണ്. കറക്റ്റ്. തിരിച്ചു പിടിക്കും. ഓട്ടോമാറ്റിക്കലി നേരെ പിടിക്കും. ആക്സിലേഷൻ കൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നീ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആക്സിലേറ്റർ കൊടുക്കരുത്. വേഗത കുറയ്ക്കണം. ആ പട്ടി ഉള്ളതുകൊണ്ട് ഈ കൊച്ചിൻ്റെ ഇങ്ങോട്ട് മാറ്റും. ഇത് ബ്രേക്ക് ചവിട്ടിക്കുക, ടച്ച് മുഴുവൻ ചവിട്ടിക്കുക, ബ്രേക്കിൽ നിന്ന് മാറ്റും. സെക്കൻഡ് ആക്കി പതുക്കെ പോട്ടെ. മനസ്സിലായോ? ഇല്ലാണ്ട് ആ പട്ടീനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, അവിടുന്ന് വാഹനം കയറ്റി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് വേഗത കുറച്ച് പട്ടീനെ നേരെ വെക്കുമ്പോൾ പട്ടി എന്തായാലും മാറി അല്ലേ. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, പോയത്. പോട്ടെ. സൈക്കിളുകാരനെ കെയർ ചെയ്യണം. മുന്നോട്ട് കയറ്റി വെക്കണം. കയറ്റി വെക്കും. ഇനി പതുക്കെ വേഗത കുറച്ച് ലെഫ്റ്റിലേക്ക് പോകാം. നേരെ പിടി. ഈ ആൾക്കാർക്ക് വേഗത കുറച്ച് കൊടുക്കുക. ബ്രേക്കിൽ നിന്ന് വിട്ട് ആ വണ്ടി കയറിപ്പോയില്ലേ, ഈ പുള്ളീനെ മാറ്റി വരും. ഓക്കെ, മനസ്സിലായോ? അല്ലാണ്ട് ആ പുള്ളീനെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തത്, കവർ ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിക്കരുത്. അപ്പുറത്ത് വരുന്ന വാഹനത്തിൻ്റെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോവും. നമ്മളവിടെ വേഗത കുറച്ച് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെന്ത് ചെയ്യുന്നത്, കയറി വന്നുകൊണ്ടിരിക്കുന്നത്. വേഗത കുറച്ച് പോസ്റ്റുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് പോസ്റ്റ് മാറ്റിക്കുക, തിരിച്ചു പോവാം. കാൽക്കുലേഷൻ കിട്ടുന്നുണ്ടോ എനിക്ക്? അത് അത്യാവശ്യം നല്ലൊരു വളവാണ്. എന്ത് ചെയ്യണം, പതുക്കെ ബ്രേക്ക് മാത്രം ചവിട്ടി വളച്ചാൽ മതി. ഏത് ഗിയറാണ്? സെക്കൻഡ് ഗിയറാണ്. പതുക്കെ വളയ്ക്കണം. ബ്രേക്ക് പതുക്കെ ചവിട്ടിക്കുക വേണം. തിരിച്ച് കറക്കും. ലെഫ്റ്റും അതേപോലെ തന്നെ കറക്കും. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കറക്കും. കീപ്പ് ചെയ്ത് ഓക്കെ, ഗുഡ്. തിരിച്ച് കറക്കും. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിൽ? പുള്ളിയുടെ കാലൊന്നും നോക്കിയാണ് നീട്ടി വെച്ചിരിക്കുക. കൊച്ചു മുഴുവൻ ചവിട്ട് തരായി. നമ്മൾ മൈനർ നോട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ
നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. മനസ്സിലായ? എങ്ങനെ മൈനോട്ട് കാര്യം. ഇപ്പം പുള്ളി ആ വണ്ടിക്കകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ പുള്ളി കാല് നീട്ടി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ആ ശ്രദ്ധിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? കാൽക്കുലേഷനിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ബ്രേക്ക് പതുക്കെ, ക്ലച്ച് മുഴുവന്, സെക്കൻഡ് പതുക്കെ ബ്രേക്കിൽ നിന്ന് പോയിട്ട് ആ ക്ലച്ച് നിർത്ത്, 2 സൈഡും പടപടയെന്ന് പറഞ്ഞ് നോക്കി ചവിട്ടി നിർത്തി, ഫസ്റ്റ് ഇട്ട് എടുക്കാം. ആ ക്ലച്ച് നിർത്ത്, ബ്രേക്കിൽ നിന്ന് വിട്ട് മുന്നോട്ട് കയറ്റി തിരിയുന്ന റോഡിൻ്റെ ഇടതുവശം. ഇല്ല, അത് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തിരിയുന്ന റോഡിൻ്റെ ഇടതുവശം തിരിച്ചിറങ്ങും. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഓർഡാ. വാഹനങ്ങളെല്ലാം കയറിപ്പോക്കോട്ടെ. ഓക്കെ അല്ലേ? ക്ലച്ച് ഒരു സെക്കൻഡ് ആക്കി. നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? കയറിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തേക്കണം. മറ്റുള്ള വാഹനങ്ങളൊക്കെ ധൃതി വെച്ച് പോവില്ലേ? പിന്നെ ഒരു കാരണവശാലും പെട്ടെന്ന് നടുക്കേക്ക് വരരുത്. പിന്നീട് എന്ത് ചെയ്യണം? പതുക്കെ സെൻറ്ററിലേക്ക് വന്നിട്ട് പതുക്കെ ഓടിക്കണം. മനസ്സിലായ? ഒരുപാട് ലെഫ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് ഓടിക്കാൻ പറ്റത്തില്ല, ഒരുപാട് റൈറ്റ് ചേർത്ത് ഓടിക്കാനും പറ്റത്തില്ല. കയറിപ്പോട്ടെ. നീ അവിടെ വേഗത കുറച്ച് കൊടുത്തുകൊണ്ട് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വാഹനം കയറി വന്നത്. ഇത്രയും ബ്ലോക്ക് ആയതും അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ടാക്സിയോട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കയറി വന്നതല്ലേ, അപ്പം നമുക്കല്ലേ തരത്തുള്ളൂ. സെക്കൻഡ് ആക്കി അവർ കയറി വന്നത് നീ വേഗത കുറച്ചുകൊണ്ടാ. നീ 2 മനസ്സായി പോയില്ലേ, വേണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ട് നീ അത് അവിടെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായേനെ. നീ അത് ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റിയില്ല? മനസ്സിലാക്കാൻ പറ്റിയില്ല.